ദേശാഭിമാനി മുഖപ്രസംഗം 2025 ജൂലൈ 23. പോരാളിയും ഭരണാധികാരിയും. കേരളത്തോടൊപ്പം നടന്നും നയിച്ചും തലമുറകളെ പ്രചോദിപ്പിച്ച VS അച്യുതാനന്ദന്റെ ജീവിതം തിളക്കമേറിയ സ്മരണയായി മാറിയിരിക്കുകയാണ്. ലോകത്തിന് മാതൃകയാകുന്ന വിധത്തിൽ കേരളത്തെ രൂപപ്പെടുത്തിയതിൽ മുഖ്യ പങ്കുവഹിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ എക്കാലത്തെയും മികച്ച നേതാക്കളിൽ ഒരാളായ VSന്റെ ജീവിതം സമരനിർഭരമായിരുന്നു. അതേസമയം ആശയമണ്ഡലത്തിലും ഭരണമേഖലയിലും അദ്ദേഹം സവിശേഷമായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്തു. കർഷക, കയർ, ചെത്ത്, മത്സ്യത്തൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങൾ നയിച്ച് നന്നേ ചെറുപ്പത്തിൽ പൊതുരംഗത്തെത്തിയ VS പിൽക്കാലത്ത് സാമ്രാജ്യത്വത്തിന്റെ നവോദാര നയങ്ങൾക്കെതിരെ CPM നിലപാട് ഉയർത്തിപ്പിടിച്ച് വർദ്ധിത വീര്യത്തോടെ നിലകൊണ്ടു. 2006-2011 കാലത്ത് അദ്ദേഹം നയിച്ച LDF സർക്കാർ നടപ്പാക്കിയ നയങ്ങളും പരിഷ്കാരങ്ങളും കേരളത്തെ ഒട്ടേറെ മേഖലകളിൽ മുന്നോട്ട് നയിച്ചു. 3 തവണ പ്രതിപക്ഷ നേതാവായപ്പോൾ VSന്റെ നേതൃത്വത്തിൽ പാർട്ടിയും LDFും നടത്തിയ ഇടപെടലുകൾ കേരളത്തെ പല വിപത്തുക്കളിൽ നിന്നും കാത്തു സൂക്ഷിച്ചു. കാൽ നൂറ്റാണ്ടിലേറെ നടത്തിയ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങളുടെ അടുത്ത പടി എന്ന നിലയിലാണ് 1967 അദ്ദേഹം നിയമസഭാംഗമായത്. രാഷ്ട്രീയമായ ഇച്ഛാശക്തിയും സംഘടനാപരമായ കെട്ടുറപ്പും കൊണ്ട് തൊഴിലാളി പ്രസ്ഥാനങ്ങളെ മുന്നോട്ട് നയിച്ച അദ്ദേഹം MLA ആയപ്പോൾ അതുവരെ നടത്തിവന്ന പ്രവർത്തനങ്ങൾക്ക് നിയമപരമായ സാധുത ഉറപ്പാക്കാൻ ശ്രമിച്ചു. കയർ ഫാക്ടറി തൊഴിലാളികളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ദുരിത ജീവിതം ഉയർത്തിക്കാട്ടിയായിരുന്നു നിയമസഭയിൽ VSന്റെ കന്നിപ്രസംഗം. പരിസ്ഥിതി സംരക്ഷണ മേഖലയിൽ ജനകീയ മുന്നേറ്റങ്ങൾ സാധ്യമാക്കുന്നതിൽ VS വഹിച്ച പങ്ക് അനിഷേധ്യമാണ്. പരിസ്ഥിതി പ്രശ്നങ്ങളെ വർഗസമരത്തിന്റെ ഭാഗമായി കണ്ടാണ് അദ്ദേഹം ഇടപെട്ടത്. നെൽപ്പാടങ്ങളുടെ സംരക്ഷണാർത്ഥം ആരംഭിച്ച പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ VSനെ അതിന്റെ പേരിൽ ആക്ഷേപിച്ച വലതുപക്ഷം പിന്നീട് നെൽവയലുകളുടെ പ്രാധാന്യം ഏറ്റുപറഞ്ഞു. 3 വർഷം ജനകീയാസൂത്രണ ഉന്നതാധികാര സമിതിയുടെ അധ്യക്ഷനായി പ്രവർത്തിച്ച VS തദ്ദേശ സ്ഥാപനങ്ങൾ നേരിട്ട് സന്ദർശിച്ച് പ്രവർത്തകർക്ക് ഉത്സാഹവും ആവേശവും പകർന്നു. ഇടതുപക്ഷവും VSും സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ പ്രസക്തി വിശദീകരിച്ചപ്പോൾ പരിഹസിച്ചവർ ഇപ്പോൾ വിവരസാങ്കേതിക വിദ്യാമേഖലയിലെ കുത്തകവൽക്കരണത്തിന്റെ അപകടം തിരിച്ചറിയുന്നുണ്ട്. മുഖ്യമന്ത്രി എന്ന നിലയിൽ VS സ്വതന്ത്ര സോഫ്റ്റ്വെയറിനെ പ്രോത്സാഹിപ്പിച്ചു. ഇത് ഐസിഫോസിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ചു. സംസ്ഥാന IT നയം രൂപീകരിച്ചതും അക്കാലത്താണ്. ആധുനിക കേരളം കെട്ടിപ്പടുക്കാനും വികസന പ്രക്രിയ ജനക്ഷേമപരമായി നടപ്പാക്കാനും 1957 EMS സർക്കാർ തുടക്കമിട്ട പാതയിലാണ് VS നയിച്ച സർക്കാരും മുന്നേറിയത്. നവ ഉദാരവാദം ഉയർത്തിയ വെല്ലുവിളികൾ നേരിടാൻ പര്യാപ്തമായ ബദൽ നയങ്ങൾ നടപ്പാക്കിയ LDF സർക്കാർ പൊതുമേഖലയെയും പൊതുസേവന സംവിധാനങ്ങളെയും സംരക്ഷിക്കുകയും ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുകയും ചെയ്തു. തണ്ണീർത്തടങ്ങളെയും നെൽവയലുകളെയും സംരക്ഷിച്ചു. ഭൂമാഫിയയ്ക്ക് അറുതി വരുത്തി. കേരള പോലീസിന് ജനകീയ മുഖം നൽകാൻ ഭാവനാപൂർണമായ പദ്ധതികൾ നടപ്പാക്കി. സംസ്ഥാനത്തിന്റെ ദീർഘകാല വളർച്ചയെ സഹായിക്കുന്ന വലിയ പദ്ധതികൾക്കും VS നേതൃത്വം നൽകിയ സർക്കാർ രൂപം നൽകി. കൊച്ചി മെട്രോ, കണ്ണൂർ വിമാനത്താവളം, വിഴിഞ്ഞം തുറമുഖം എന്നിവയുടെ പ്രാരംഭ നടപടി കേന്ദ്ര സർക്കാരിന്റെ എതിർപ്പ് മറികടന്ന് പൂർത്തീകരിച്ചു. IT പാർക്കുകൾക്ക് മൂലധനം സ്വരൂപിക്കാൻ തുടങ്ങിയ കമ്പനിയുടെ പ്രവർത്തനം വിപുലമാക്കി. ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളുടെ വളർച്ച സാധ്യമാക്കി. ആസിയാൻ കരാറിനെതിരെ ജനകീയ പ്രക്ഷോഭത്തിന് VS നേതൃത്വം നൽകുകയും അന്നത്തെ പ്രധാനമന്ത്രിയെ നേരിൽ കണ്ട് വിയോജിപ്പ് അറിയിക്കുകയും ചെയ്തത് ഓർക്കേണ്ടതാണ്. സ്ത്രീ പുരുഷ സമത്വത്തിന്റെ ശക്തനായ വക്താവായിരുന്ന അദ്ദേഹം സ്ത്രീകളുടെ ജനാധിപത്യ അവകാശങ്ങൾക്കു വേണ്ടിയും സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാനും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചു. കേരളത്തിന്റെ മഹനീയമായ മതനിരപേക്ഷ സംസ്കാരത്തിനെതിരായി ഉയർന്ന ആക്രമണങ്ങളെ VS ജാഗ്രതയോടെയും സമർത്ഥമായും പ്രതിരോധിച്ചു. കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ജീർണത തുറന്നു കാണിച്ചതിൽ VSന് വലിയ പങ്കുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തമായ അടിത്തറയിൽ നിന്ന് അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ ജനങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനായിരുന്നു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നതാണ് അദ്ദേഹത്തിന്റെ സ്മരണകളോട് പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും ഉചിതമായ ആദരം. വലതുപക്ഷ പിന്തിരിപ്പൻ ശക്തികളുടെയും ബൂർഷ്വാ മാധ്യമങ്ങളുടെയും കടന്നാക്രമണങ്ങളിൽ നിന്ന് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാൻ ജനാധിപത്യ പുരോഗമനവാദികൾ നിതാന്ത ജാഗ്രത കാട്ടണം.